ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ദേശസാൽക്കരണ ദിനം അവകാശ ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സംഘടനകളായ ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷനും SBI പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളയും ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറവും സംയുക്തമായാണ് ഈ വർഷവും ബാങ്ക് ദേശസാൽക്കരണ ദിനം അവകാശ ദിനമായി ആചരിച്ചത്. പരിപാടികളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും കൂട്ടധർണയും യോഗവും സംഘടിപ്പിച്ചു. ബാങ്കിംഗ് മേഖലയിൽ ഇതുവരെ പരിഷ്കരിക്കപ്പെടാത്ത പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, 12ാം കരാറിൽ അനുവദിച്ച എക്സ് ഗ്രേഷ്യ സ്വകാര്യ ബാങ്കുകളിലെ പെൻഷൻകാർക്കും നൽകുക, പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസുകൾ കൂടി പരിഗണിക്കുക, ബാങ്കുകളിലെ കമ്മ്യൂട്ടേഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ ഘടകങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. പെൻഷൻ റിവിഷനെ സംബന്ധിച്ചിടത്തോളം 1993 ഉണ്ടാക്കിയുള്ള പെൻഷൻ കരാറിലും അത് കഴിഞ്ഞതിന് ശേഷം ഗസറ്റ് നോട്ടിഫിക്കേഷനായി വന്നിട്ടുള്ള അതിൻ്റെ അകത്തും പെൻഷൻ റിവിഷനെ സംബന്ധിച്ച് ഒരു ക്ലോസ് ഇല്ല എന്നതാണ് രണ്ട് വാദങ്ങളായി ഉടമകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് മാസം 24-ാം തീയതി സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം IBA കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം, അല്ലെങ്കിൽ ബാങ്ക് ഉടമകളുടെ നയം. ഈ രണ്ട് കാര്യങ്ങളും ശരിയല്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. മാനാഞ്ചിറ ഇൻകം ടാക്സ് ഓഫീസിന് മുൻവശത്ത് നടന്ന ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. AIBPARC കേരള വൈസ് പ്രസിഡന്റ് K ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. KT ബാബു, A രാഘവൻ, TP ഉണ്ണികൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ ബാങ്ക് പെൻഷൻ സംഘടനാ നേതാക്കളും ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളും ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിലനിർത്താൻ സംഘടനകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കോൺഫെഡറേഷൻ